ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്മസ് കരോളിങ് ഒരു സക്സസ്ഫുൾ ആയതിൻ്റെ പിന്നിൽ നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഉല്ലാസവും സന്തോഷവും നൽകി. ഇന്ന് നമ്മുടെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാമും ഒരു സക്സസ്ഫുള്ളിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിറകിൽ വലിയൊരു പ്രിപ്പറേഷൻ ഉണ്ട്. കർത്താവിൻ്റെ ജനനവും വലിയൊരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടായിരുന്നു, അല്ലെങ്കിൽ വലിയൊരു പ്രിപ്പറേഷൻ അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു. യഹോവയായ ദൈവം പഴയ നിയമ പുസ്തകത്തിലൂടെ, ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകത്തിലൂടെ വലിയൊരു പ്രിപ്പറേഷന് വേണ്ടി, അല്ലെങ്കിൽ കർത്താവിന്റെ ജനനത്തിന് മുമ്പേ വലിയൊരു പ്രിപ്പറേഷൻ തന്നെ നടത്തിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ പ്രവാചകന്മാര് വളരെ വലിയ പ്രവചനങ്ങളൊക്കെ നടത്തിയിരുന്നു. അവൻ നസ്രയത്തിൽ ജനിക്കും, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കും, പാപങ്ങളിൽ നിന്ന് തന്റെ ജനത്തെ രക്ഷിക്കും എന്നൊക്കെയുള്ള പ്രവചനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ പഴയ നിയമ പുസ്തകം പരിശോധിക്കുമ്പോൾ. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ പ്രത്യേകിച്ച് കരോളിങ്ങും അല്ലെങ്കിൽ ഇന്നത്തെ ഒരു നമ്മുടെ പ്രോഗ്രാമിൻ്റെയും അതിൻ്റെ ഒരു നെറ്റ് റിസൾട്ട് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷവും സമാധാനവും ഉല്ലാസവും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും എന്താണ് ക്രിസ്തുവിൻ്റെ ജനനത്തിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു സന്തോഷം? ഇത് തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. ക്രിസ്തുവിന്റെ ജനനത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് എവർ ലാസ്റ്റിംഗ് ആണ്, അതൊരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു സന്തോഷമാണ്. പലപ്പോഴും നമ്മൾ പ്രശ്നത്തിലെയും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ സന്തോഷം നമുക്ക് എങ്ങനെയാണ് അനുഭവിക്കാൻ കഴിയുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കണം. പലപ്പോഴും നമ്മുടെ വരുന്ന ജീവിതങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ജീവിതത്തിലൊക്കെ തള്ളിപ്പറയലിന്റെ അവസ്ഥയുണ്ടായിരുന്നു. നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും നമുക്ക് നഷ്ടബോധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ നടുവിൽ നമുക്ക് എങ്ങനെ ഒരു എവർ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലൈഫ് ലോങ് ആയിട്ടുള്ള സന്തോഷം കണ്ടെത്തുവാൻ കഴിയും എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവ് നമുക്കത് കാണിച്ചു തരുന്നുണ്ട്. ഇമ്മാനുവേൽ എന്ന് പറയുന്ന ഒരു പദത്തിന് ഒരു അർത്ഥമുണ്ട്. ദൈവം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ട്. നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം, ദൈവത്തിൻ്റെ സന്തോഷം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അതിപ്രകാരമാണ് പറയുന്നത്: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ പരിഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. നീ എൻ്റെ ദാസനാകുന്നു, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ ഒരിക്കലും നിന്നെ നിരസിക്കുകയില്ല. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. നിന്നോട് വഴക്കിടുന്നവർ നശിച്ചില്ലാതാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, അവരെ കാണുകയില്ല. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ ജനമല്ലാതാകും. നിന്റെ ദൈവമായ കർത്താവ് എന്ന ഞാൻ നിന്റെ വലങ്കൈ ശക്തമാക്കും. നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. അതുതന്നെയാണ് ക്രിസ്മസിന്റെ വലിയൊരു സന്ദേശം. എപ്പോഴും ദൈവം നമ്മളോട് കൂടെയുണ്ട്. ആ ഒരു കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ബലത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്തുവാൻ നമ്മളെ ക്ഷണിക്കുകയാണ് ദൈവം. പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് കുറച്ചൊക്കെ സന്തോഷങ്ങൾ ലഭിക്കും, ഉല്ലാസങ്ങളൊക്കെ ഉണ്ടാകും. ഇനിയും അത് പക്ഷേ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു കുറച്ച് 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോഴത്തേന് അത് അവസാനിക്കും. പിന്നെ അടുത്ത വർഷം നമ്മൾ വീണ്ടും ഇതുപോലെ ക്രിസ്മസ് പ്രോഗ്രാമിന് വേണ്ടിയൊക്കെ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ ഇതിൻ്റെ ഈ ബിറ്റ്വീൻ ഈ സമയങ്ങളിൽ അല്ലെങ്കിൽ
ജാനുവരി ടു ഡിസംബർ ആ ഒരു സമയത്തിൽ ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ, ആ ഒരു വിശ്വാസമുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ ദൈവം നമ്മളെ സന്തോഷിപ്പിക്കും എന്നുള്ള ഉറച്ച ബോധത്തിൽ ഇവിടെ നിന്ന് നമുക്ക് മടങ്ങിപ്പോകാം. എല്ലാവർക്കും ഒരു പുതുവത്സരത്തിലേക്ക് കടന്നിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ആ നിത്യമായിട്ടുള്ള സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.